കണ്ടില്ലേ അത് വാഴയമ്മ. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടലിൽ നിറയെ കൈകളുള്ള ഭീകര സത്വമായി സുഭദ്ര. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ആരാത്? ഇതാണ് നീ പറഞ്ഞ പേഷ്യന്റ്. അവളൊരു സുഖമില്ലാത്ത കുട്ടിയാ, അതുകൊണ്ട്. എന്താ അസുഖം? ഭ്രാന്തോ? അതെ, അവളൊരു മെന്റൽ പേഷ്യന്റാ. ഓ ജീസസ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വീക്ക്ലി ബോഡി കെയർ ആണ്. അതായത് സ്കിൻ കെയർ, ഹെയർ കെയർ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീക്ക്ലി ബോഡി കെയർ ആണ്. വീക്ക്ലി വൺസ് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല, എങ്കിലും വീക്ക്ലി വൺസ് 1 or 2 days എടുത്തിട്ടാണെങ്കിലും ഇതെല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഫേഷ്യൽ ഹെയർ റിമൂവൽ ആണ്. അതായത് നമ്മുടെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യും, പിന്നെ ത്രെഡിങ് അതൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് അതെല്ലാം ചെയ്യുന്നത്. പാർലറിലൊന്നും പോയി അങ്ങനെ ത്രെഡിങ് ഒന്നും ചെയ്യാറില്ല. എനിക്കെന്തോ ഞാൻ തന്നെ ത്രെഡിങ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാം. ഞാൻ ഇതുപോലെ റിസൾട്ട്സ് വെച്ചാണ് കേട്ടോ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത്. ത്രെഡിങ് ചെയ്യുന്നതും ഇത് വെച്ച് തന്നെയാണ്. ആദ്യമേ ഇതുപോലെ അലോവേര ജെല്ല് ഫേസിൽ തേച്ചതിന് ശേഷമാണ് ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചെയ്താലോ. ഓപ്പോസിറ്റ് സൈഡിലേക്കല്ല, നേരെ താഴേക്ക് തന്നെയാണ് എടുക്കുന്നത്. ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട്. ഫേസിൽ പിമ്പിളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ സ്ഥലത്ത് ഇതുപോലെ റേസേഴ്സ് ഉപയോഗിക്കാത്തതാണ് നല്ലത്. എനിക്ക് തോന്നിയിട്ടുള്ളത് പിമ്പിളൊക്കെ വന്നിട്ട് ഇരിക്കുമ്പം അന്നേരം നമ്മൾ ഇതുപോലെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടെ കുറച്ചും കൂടെ മോശമാകും. ആ ഏരിയ കുറച്ചും കൂടെ കുരു വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ പിമ്പിളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആ പിമ്പിളൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട്. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് അപ്പർ ലിപ്പൊക്കെ എടുത്തു. ഇനി നമുക്ക് പിരികം ത്രെഡ് ചെയ്യാം. ഒത്തിരി ഇല്ല, ഞാൻ ഒരുപാട് ത്രെഡ് ചെയ്യാനായിട്ടില്ല, കുറച്ചെണ്ണം ഇങ്ങനെ ഉണ്ടായി വന്നിട്ടില്ല, അതേ ഉള്ളൂ. കഴിഞ്ഞ വീക്ക് എടുത്തത്, അതുകൊണ്ട് ഇല്ലേ ഇത് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ ഞാനൊക്കെ ഇപ്പൊ എടുക്കുമ്പോൾ ഒന്നും അങ്ങനെ മുറിയാറൊന്നുമില്ല. പക്ഷെ ആദ്യമായിട്ടൊക്കെ ഇതിങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ ഇത് അധികം ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് മുറിയുമായിരുന്നു. അപ്പൊ നിങ്ങൾ ഇത് ആദ്യമായിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയില്ല എങ്കിൽ ജസ്റ്റ് പതിയൊക്കെ ഒന്ന് കയ്യിലൊക്കെ ഒന്ന് ചെയ്തൊക്കെ നോക്കിയിട്ട് ഫേസിൽ വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർലറിലൊക്കെ പോയി ചെയ്യാനായിട്ടാണ് കംഫർട്ട് എങ്കിൽ അങ്ങനെ ചെയ്യുക. എനിക്കിഷ്ടം ഇങ്ങനെ തന്നെ ചെയ്യുന്നതായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ അലോവേര ജെൽ വെച്ച് തന്നെ ഒന്ന് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുവേ. നമ്മൾ ഫേസ് റൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്തല്ലേ, എന്നാലും ഒരു ബ്ലേഡ് ആണല്ലോ അത്. അതുകൊണ്ട് ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അങ്ങനെ മസാജ് ചെയ്യാതെ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഇടാതെ ഫേസ് അങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിമ്പിൾസ് എനിക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പം ഇതുപോലെ അമ്മയ്ക്കവിടെ ചെയ്ത് കൊടുക്കുവേ. അമ്മ പറയുന്നത് അമ്മ ചെറുപ്പത്തില്, അതായത് കല്യാണത്തിനൊക്കെ മുന്നേ ഇതുപോലെ അമ്മ തന്നെത്താനെ എടുക്കുന്നതെന്നാ. പക്ഷെ ഇപ്പം എന്തോ പിരികെടുക്കാനൊന്നും അമ്മയ്ക്ക് അറിഞ്ഞോളൂ. അന്ന് ബ്ലേഡൊക്കെ അല്ലേ അന്ന് ബ്ലേഡല്ലേ യൂസ് ചെയ്യുന്നത്. അന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ആ ടൈമിലൊക്കെ തൊട്ട് പിരികെടുക്കുന്ന. അന്നേരമൊക്കെ തന്നെ എടുക്കുമ്പം ഇതുപോലെ ബ്ലേഡ് ഉപയോഗിച്ചാ എടുത്തോണ്ടിരുന്നെ. പിന്നീടാ മനസ്സിലായത് ബ്ലേഡ് ഉപയോഗിച്ച് പിരികെടുക്കരുത് എന്നുള്ളത്. പിന്നെ ഇപ്പൊ ഇതുപോലെ റേസേഴ്സ് ഒക്കെ വന്നിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. റേസേഴ്സ് ഒക്കെ വന്നതിന് ശേഷം അത് തന്നെ യൂസ് ചെയ്യുന്നത്.
ഓക്കെ, ഞാൻ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് മസാജ് ചെയ്തായിരുന്നല്ലോ. ആ മസാജിന് ശേഷം ഞാനൊരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് ചുമ്മാ ഫ്രീ ആയിട്ട് ഫേസ് ഒന്ന് വിട്ടു. ഇനി എനിക്ക് ഫേസ് പാക്ക് ആണ് ഇടേണ്ടത്. അപ്പൊ ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു പീൽ ഓഫ് മാസ്ക് ഫേസിൽ ഇടുവേ. അത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, പീൽ ഓഫ് മാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ഫോളിയന്റ് ആണ്, ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് പാക്ക് ഇടുകയാണെങ്കിൽ ഫേസിൽ കുറച്ചും കൂടെ ഈ പാക്ക് വർക്ക് ആകും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ചാർക്കോളിന്റെ ഒരു പീൽ ഓഫ് മാസ്ക് ഫേസിലിടാം. ആരും ഇത് കണ്ട് പേടിക്കണ്ട, ഇത് ഞാൻ തന്നെയാ. ഫേസിലെ ഹെയർ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇടുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇത് പീൽ ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവൻ പോകും. എനിക്ക് അനുഭവം ഉള്ളതാണ്, അതുകൊണ്ടാ പറഞ്ഞത്. പീൽ ഓഫ് മാസ്ക് ഒക്കെ ഡ്രൈ ആയി. ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയം. ഇനി നമുക്ക് ഇത് പീൽ ഓഫ് ചെയ്യാം. എന്റെ എന്തെങ്കിലും കലച്ചിലോ ബഹളോ കഴിച്ചിട്ട് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാകും. നമുക്കിത് റിമൂവ് ചെയ്യാവേ. ഓക്കെ, പീൽ ഓഫ് മാസ്ക് ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഫേസ് പാക്ക് ഇടാവേ. ഞാനിത് വാഴപ്പുള്ളി വെച്ചിട്ടുള്ള ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടുള്ളൊരു പായ്ക്കാണ്. അടിപൊളി പായ്ക്കാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്ര സൂപ്പർ ആയിട്ടുള്ള ഒരു പായ്ക്കാണ്. 100% ഞാൻ ഉറപ്പ് പറയാം, അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പായ്ക്കാണ്. ഞാനിപ്പം ബാക്ക് ടു ബാക്ക് ചെയ്യുന്ന ഒരു പാക്ക് അത് തന്നെയാണ്. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക, അടിപൊളിയാട്ടോ. അപ്പൊ നമുക്ക് ഈ ഫേസ് പാക്ക് ഫേസിലിടാവേ. കയ്യിലും കൂടെ ഇടാവേ. നിങ്ങളൊന്നുണ്ടാവും ഈ വാച്ചൊക്കെ ഇട്ട് വീട്ടിൽ കൂടെ ഈ വാച്ചൊക്കെ ഇട്ട് എന്തൊരു പട്ടിഷായാണ്. ആക്ച്വലി ഇത് പട്ടിഷയല്ല, ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്റെ ട്രെയിനർ പറഞ്ഞേക്കുന്നത് ഒരു ദിവസം, അതായത് ഒരു ദിവസം 10,000 സ്റ്റെപ്സ് വെക്കണമെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ വാച്ച് എടുത്ത് കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 1294 സ്റ്റെപ്സ് ആയി. അപ്പൊ ഞാൻ രാവിലെ ഇങ്ങനെ വാച്ച് വായി കെട്ടിയിട്ട് നടക്കും. നടക്കാൻ മീൻസ് വർക്കൗട്ട് ചെയ്യുന്നതെല്ലാം വാച്ച് ഇട്ടിട്ട് തന്നെ. എന്നാൽ കുറെ സ്റ്റെപ്സ് അങ്ങ് മാറി കിട്ടും. പിന്നെ ആകാത്തത് പിന്നെ ബാക്കി എത്രയുണ്ടോ അത് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ബാക്കി ഇതിലേക്ക് നടന്ന 10,000-ലേക്ക് എത്തിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കെട്ടിയത്. ഇപ്പം കയ്യിൽ ഇത് തേക്കാനായിട്ട് ഞാൻ ഊരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കെട്ടാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഇതിപ്പോ ഡ്രൈ ആവട്ടെ, ഞാൻ കയ്യിൽ കൂടി ഇടാവേ. ഓക്കെ. ഇന്നെന്റെ ഹെയർ വാഷ് ഡേയും കൂടെയാണ്. അപ്പൊ നമുക്ക് ഹെയറിലും കൂടെ എന്തെങ്കിലും ഇടാം. നമ്മളിന്ന് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇലയും വെച്ചിട്ടുള്ളതാണ്. നമുക്കതുണ്ടാക്കാം. അപ്പൊ ഇനി നമുക്ക് ഹെയർ കെയർ ആണ്. ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു ചെറിയൊരു ഹെയർ പാക്ക് ഇടുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഹെയറിൽ എണ്ണ വെക്കുവേ. ഇന്ന് ഓയിൽ ഇടുന്ന ദിവസം കൂടെയാണ്. ആഴ്ചയിൽ 1-2 തവണ എണ്ണ വെക്കുള്ളൂ. അപ്പൊ ഞാൻ വെക്കുന്ന ദിവസം അത്യാവശ്യം നല്ല രീതിക്ക് കുറച്ച് ടൈം എടുത്താ കേട്ടോ ഓയിൽ ഹെയറിൽ വെക്കുക. ഞാനൊരു ഹെയർ കെയർ റുട്ടീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാവേ. ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ എന്താണ് ചെയ്യുന്നതെന്നും ഞാൻ പാക്ക് ഇടുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇടുന്നതെന്നും ഒക്കെ ഉള്ളത് ഞാൻ പറയാം. കൂടിപ്പോയ ഞാൻ ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു ഒരു വീക്ക്ലി വൺസ് ഒക്കെ പൊതുവെ എണ്ണ തലയിൽ ഉപയോഗിക്കുള്ളൂ. അല്ലാത്ത ദിവസം പാക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആളല്ല കേട്ടോ ഞാനത് എൻ്റെ ഹെയറിന്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡെയിലി ഹെയർ വാഷ്, ഞാൻ കുളിക്കുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് തന്നെ. ഞാൻ ഹെയർ വാഷിന്റെ കേട്ടോ പറഞ്ഞേ, ഡെയിലി മുടി കഴുകുന്ന ആളല്ല. ഓക്കെ, അപ്പൊ നമുക്കിനി ഹെയർ പാക്ക് വെക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ഉലുവയില്ലേ, ഉലുവയുടെ വെള്ളവും പിന്നെ ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തി ഇല, പിന്നെ അലോവേര ജെല്ല്, ഇത്രയാണ് ഇത് ചേർത്തേക്കുന്നത്. എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ അരച്ചിട്ടില്ല. അതായത് ആ വെള്ളത്തിൽ തന്നെ വെച്ച് ചെറുതായിട്ട് എല്ലാം കൂടെ ഒന്ന് എങ്ങനെയായാലും എന്താ പറയുക ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് എടുക്കുക ചെയ്തേക്കുന്നത്. നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാം.
എന്താ പായ്ക്കൊക്കെ ഹെയറിലിട്ടു. ഓക്കെ, പായ്ക്കൊക്കെ ഹെയറിലിട്ടു. ഇനി ചെയ്യാനുള്ളത്, ഇനി പെഡിക്യൂർ ആണ് ചെയ്യാനുള്ളത്. ഞാൻ ഓൾറെഡി പെഡിക്യൂറിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സെയിം പ്രൊസീജിയറാണ് ചെയ്യുന്നത്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, റിപ്പീറ്റ് ടെലികാസ്റ്റ് ആയിപ്പോൾ. അപ്പോൾ ഞാൻ ഇപ്പൊ തന്നെ ഓൾറെഡി കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടാവും വീഡിയോയ്ക്ക്. അപ്പൊ ഞാൻ അതായത് പെഡിക്യൂർ കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുളിച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി കുളി കഴിഞ്ഞിട്ട് അധികം സ്കിൻ കെയർ കാര്യങ്ങൾ ബോഡി ലോഷനും മോയ്സ്ചറൈസറും ഇടും കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് വാസ്ലിന്റെ കൊക്കോ റേഡിയന്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. വാസ്ലിന്റെ എനിക്ക് തോന്നുന്നു ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ബോഡി ലോഷൻസും എനിക്ക് ഇഷ്ടമാട്ടോ. നല്ല ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ നിവയുടെ സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ കുളിക്കാൻ പോയപ്പോൾ ഉപയോഗിച്ച കുറച്ച് പ്രോഡക്ട്സ് കാണിക്കാം. ഇതാണ് ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഫേസ് വാഷ്. ഇത് ഡെർമാടച്ചിന്റെ ബൈ ബൈ പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. ഞാനിപ്പം കുറച്ച് നാളായിട്ടുള്ള ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5-6 അത്ര തവണ ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഉപയോഗിച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അത്യാവശ്യം ഓക്കെ ആണ്. ഇനി കുറച്ചുകൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറിയത്തുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. ഇതിൽ നൈസിനമൈഡും കോജിക് ആസിഡും ഗ്ലൂട്ടത്തൈനും ആണ് ഉള്ളത്. ഓക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ എന്തായാലും ഇത് കുറച്ചും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാവേ. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷാമ്പൂവും കണ്ടീഷണറുമാണ് ഇത്. ഇത് ലോറിയൽ പാരീസിന്റെ അവരുടെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ വരുന്ന ഷാമ്പൂ കണ്ടീഷണറുമാണ്. ഇത് ഡ്രൈ ആൻഡ് ഡൾ ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. പെട്ടെന്ന് ഡ്രൈ ആവുന്നതുകൊണ്ട് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാൻ ഓർത്ത് അങ്ങനെ വാങ്ങിയതാണ്. രണ്ടും അവരുടെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന് നല്ല റിവ്യൂ ഞാൻ കേട്ടായിരുന്നു. അപ്പം ഇതാണിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷാമ്പൂ കണ്ടീഷണറും. പിന്നെ സിറവും അതിന്റെ തന്നെയാണ്. സിറവും ഞാൻ അതിന്റെ തന്നെ യൂസ് ചെയ്യുന്നത്. ലോറിയൽ പാരീസിന്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് മൂന്നുമാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന എന്റെ ഹെയറിന്റെ പ്രോഡക്ട്സ്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ വീക്ക്ലി വൺസ് ചെയ്യാറുള്ള എന്റെ ബോഡി കെയർ ആക്ടിവിറ്റീസ്. ഞാൻ യൂഷ്വലി സൺഡേസ് ആണ് കേട്ടോ ചൂസ് ചെയ്യുന്നത്. അതായത് സൺഡേസ് ആകുമ്പോൾ കുറച്ച് സമയം കിട്ടുന്നതുകൊണ്ട് സൺഡേസ് ആണ് പൊതുവെ ഞാൻ തിരഞ്ഞെടുക്കാറ്. ഇതെല്ലാം കൂടെ ഒരു ദിവസം ചെയ്യാനായിട്ട് ചിലപ്പോൾ സമയം കിട്ടാറില്ല. സമയം കിട്ടുമ്പോൾ ചെയ്യും. അല്ലാത്തപ്പോൾ ഞാൻ ത്രെഡിങ്, ബോഡിയിലെ ഹെയർ റിമൂവൽ അതൊക്കെ ഞാൻ വേറെ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. സമയമുള്ളവരായിരിക്കും ചെയ്യുന്നത്. വീക്ക്ലി വൺസ് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന ആളാണ് ഞാൻ. നിങ്ങൾ ഇങ്ങനെയൊക്കെ സെൽഫ് ആയിട്ടുള്ള ഒരു ബോഡി കെയർ ഒക്കെ വീക്ക്ലി വൺസ് എങ്കിലും കൊടുക്കുന്നവരാണോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എത്ര സമയം ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഒരുപാട് തിരക്കുള്ളവരായിരിക്കും, കുഞ്ഞുമക്കളുള്ളവരും ഒക്കെ ഉണ്ടാവും. അപ്പം അത് അവരുടെയൊക്കെ കാര്യം നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിലേക്ക് വരാൻ ചിലപ്പോൾ സമയം ഉണ്ടായെന്ന് വരില്ല. എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക. വീക്ക്ലി വൺസ് എങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ചെറിയ കുട്ടി കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും കൂടെ ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് വേണ്ടി നമ്മൾ സമയം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ സ്പെൻഡ് ചെയ്യുക, അല്ലെ? ഞാൻ ഇതിനൊക്കെ ഒരു സെൽഫ് കെയർ, ഒരു സെൽഫ് ലവ് ഒക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്നൊരു ഫീൽ കിട്ടുമല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Till then, bye bye.